കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെൻ്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിട്ടുള്ള ആദ്യത്തെ വർഷത്തെ BDS വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ എന്ന കുട്ടിയുടെ ഒരു ആത്മഹത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ വിവാദങ്ങളാണ് ഇന്നലെയായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നടക്കുന്ന ഒരു സംഭവം, ഇതിൽ കുറ്റവാളികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് രണ്ട് പേരെ അവരുടെ വിസിബിലിറ്റി, അവരുടെ ഫോട്ടോസൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ കുറ്റവാളികളാണ് എന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവത്തിനെ ചുരുക്കുന്ന ഒരു രീതിയാണ് ശരിക്കും കണ്ടുവരുന്നത്. ശരിക്കും ഈ ഒരു പ്രശ്നത്തിനെ ആ തരത്തിലാണോ നോക്കിക്കാണേണ്ടത്, അല്ലെങ്കിൽ ആ തരത്തിലാണോ ഈ വലിയ കേരളത്തിൽ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു പുരോഗമന സ്ഥലത്ത് നടക്കുന്ന വംശീയമായിട്ടുള്ള ജാതി വിവേചനത്തിനെ രണ്ട് പേരിലേക്ക് ചുരുക്കിക്കൊണ്ട് നടത്തുന്ന ഒരു അനാലിസിസ് മതിയാവുമോ എന്നുള്ള ഒരു ചോദ്യം കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഉത്തര മലബാറിൽ ജാതി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തര മലബാറിലെ ജാതിയുടെ ഒരു ചരിത്രം, കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ ജാതിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിനെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഉത്തര മലബാറിലെ ആയാലും കേരളത്തിലെ ആയാലും ദളിത് സമൂഹത്തിലെ കഴിഞ്ഞ 2-3 തലമുറകളിലുള്ള വിദ്യാർത്ഥികളൊക്കെ അവരുടെ ജാതീയമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച്, ജാതീയമായിട്ടുള്ള വിവേചനങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പഠിച്ചിട്ടുള്ള സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും 3/4 പങ്ക് അധ്യാപകരുടെയും ചിത്രങ്ങൾ ഇതുപോലെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടി വരും. അവരൊക്കെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു തരത്തിൽ, ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും, ജാതി എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുടെ വംശീയതയെ ഈ ദളിത് വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മുകളിൽ ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 അധ്യാപകരിലേക്ക് ഈ ഒരു പ്രശ്നത്തിനെ ചുരുക്കിക്കൊണ്ട് കേരള സമൂഹത്തിൽ വ്യാപകമായിട്ട് നിലനിൽക്കുന്ന ജാതി എന്ന് പറയുന്ന ഒരു വംശീയമായിട്ടുള്ള സാമൂഹിക അവസ്ഥയെ വളരെ കൃത്യമായിട്ട് തേച്ച് മായ്ച്ച് കളയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കൂടെ ഇത് നീങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. എങ്ങനെയാണ് ഉത്തര മലബാറിലെ നമ്പ്യാർ സമൂഹങ്ങൾ അടക്കം ഉള്ള പല സവർണ ജാതികളും ഇവിടെ ജാതി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് അത് ചരിത്രപരമായിട്ട് തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഉത്തര മലബാറിലെ ദളിത് സമൂഹങ്ങൾ അടിമകളായിട്ട് പലയിടങ്ങളിലും ചതുപ്പുകളിൽ അടിമകളായിട്ട് കാർഷിക ജീവിതം ജീവിച്ചുകൊണ്ട് കാർഷിക അടിമ വേല ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ഈ അടിമത്ത വ്യവസ്ഥിതി ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം, ഇന്ത്യയിൽ തന്നെ മറ്റേതു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതിനേക്കാൾ അടിമത്ത വ്യവസ്ഥിതി നിന്നത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം, അത് ഉത്തര മലബാറിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അടിമത്ത വ്യവസ്ഥിതിയുടെ, ഈ ജാതി വ്യവസ്ഥയുടെ ഒരു ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിവേചനങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള വംശീയതകൾ, അക്രമങ്ങൾ അങ്ങനെയൊക്കെ ചരിത്രത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ, ജാതീയമായിട്ടുള്ള അധികാരത്തിൻ്റെ ഹുങ്കാണ് ഈ പറയുന്ന അധ്യാപകർ, അവരാരോ ആയിക്കോട്ടെ, ഈ നിതിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുകളിൽ അവർ കാണിച്ചത്. അതായത് തങ്ങളുടെ അധികാരത്തിൽ, തങ്ങളുടെ ജാതീയമായിട്ടുള്ള അധികാരത്തിൽ ഒരു ദളിത് വിദ്യാർത്ഥി അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജാതി വ്യവസ്ഥയിൽ താഴെ തട്ടിൽ എന്ന് അവർ വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുകളിൽ വംശീയമായിട്ടുള്ള അധികാരം അവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ഈ ഒരു ചരിത്രം തന്നെയാണ് എന്നതാണ്. കേരളത്തിലെ ദളിത് സമൂഹങ്ങളിലെ ഇപ്പോഴുമുള്ള സമൂഹങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഉയർച്ച നിലനിൽക്കുന്നത് കൃത്യമായിട്ടും ആ സമൂഹത്തിലെ പുതിയ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങളിലൂടെയാണ്. ഈ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡെൻ്റൽ വിദ്യാർത്ഥിയായിട്ട് മാറുക എന്ന് പറയുന്നത് ഈ നിതിൻ നടത്തുന്ന ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉയർച്ച തന്നെയാണ്. അതൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഉയർച്ചയാണ്. ഈ ഉയർച്ചയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള തടയിടുന്ന ഒരു പരിപാടിയാണ് ഈ അധ്യാപകർ ചെയ്തത്. ഈ അധ്യാപകർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ
കേരളം ജാതി ഇല്ല എന്ന് പറയുന്ന ഒരു കേരളം, അല്ലെങ്കിൽ കേരളത്തിൽ ജാതി ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി സംഭവമാണ് എന്ന് മാത്രം പറയുന്ന ഒരു കേരളത്തിൽ ഈ അധ്യാപകർ ഇത്തരത്തിലുള്ള ഒരു വംശീയമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഭൂമിശാസ്ത്രവും കേരളം എന്ന് പറയുന്ന ഒരു ഫേക്കായിട്ടുള്ള ജാതി ഇല്ല എന്ന് പറയുന്ന ഒരു ഫേക്കായിട്ടുള്ള ഒരു സാമൂഹികതയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു അനാലിസിസും അവിടെ ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അനാലിസിസും വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഭൂമികയാണ്, അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമുദായിക മുന്നേറ്റങ്ങളൊന്നും തന്നെ പ്രധാനമായിട്ട് നടക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ഉത്തര മലബാർ. അവിടുത്തെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളിലൊക്കെ ജാതിയില്ല എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ ഉത്തര മലബാറിലെ ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അവിടുത്തെ സവർണതയിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവിടെ ദളിതരായിട്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അനുഭവ പരിസരങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പോലും, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പോലും ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ദളിതരുടെയൊക്കെ വീടുകളിൽ പോയി ഭക്ഷണം പോലും കഴിക്കാത്ത കാരണവന്മാരുള്ള ഇടതുപക്ഷ തറവാടുകൾ അല്ലെങ്കിൽ സവർണ തറവാടുകൾ ഉത്തര മലബാറിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോഴും ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു എന്നതാണ്. ഉത്തര മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഭൂമിയുടെ അധികാരം, ദളിതർ ജീവിക്കുന്ന കോളനികൾ, അല്ലെങ്കിൽ നമ്പ്യാർ സമുദായങ്ങൾ, നായർ സമുദായങ്ങൾ തുടങ്ങിയ പലവിധ മറ്റു സമുദായങ്ങൾ ജീവിക്കുന്ന ഭൂമിയുടെ ഇടങ്ങൾ, അവയുടെ അധികാരങ്ങൾ, അവർക്ക് കിട്ടുന്ന പ്രാധാന്യങ്ങൾ എന്നിവയൊക്കെ ഈ തരത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത് വിമല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജന്മം തന്നെ ആണ് തൻ്റെ മരണത്തിന് കാരണം, അല്ലെങ്കിൽ താൻ ജാതീയമായിട്ട് വിവേചനം അനുഭവിച്ചുകൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് എത്താനുള്ള ഒരു കാരണം തൻ്റെ ജന്മം തന്നെയാണ് എന്ന് രോഹിത് വിമല പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രോഹിത് വിമല ജാതീയമായിട്ടുള്ള വംശീയതയുടെ കാരണം രോഹിത് വിമലയ്ക്ക് സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ പല കലർപ്പുകളിലുള്ള മറ്റ് പല സമൂഹങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ കലർപ്പുകളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലില്ല. കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നും ഇത് വളരെ കേരളം എന്ന് പറയുന്ന ഒരു പുരോഗമനപരമായിട്ടുള്ളൊരു ഇടത്ത്, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, സാക്ഷരത, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പുരോഗതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ജാതി എന്ന് പറയുന്നത് ഇതുപോലുള്ള സംഭവങ്ങളിലൂടെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇപ്പോഴും വിലയിരുത്താൻ വേണ്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇടതുപക്ഷവും നവോത്ഥാനവും മറ്റ് സാമൂഹിക മുന്നേറ്റങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ അട്ടിമറിച്ചു എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ജാതി വംശീയതയുടെ അടിവേരുകൾ ഇപ്പോഴും വളരെ തെളിച്ചമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിതിൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയുടെ കൊലപാതകം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു മർഡർ. ഈ മർഡറിനെ വളരെ ചുരുങ്ങിയ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ കേരളത്തിൻ്റെ കപടതയായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളം ഇനിയെങ്കിലും ഇവിടെ ജാതി നിലനിൽക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ജാതിയുടെ വംശീയത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുക തന്നെ വേണം. കേരളത്തിലെ ഭരണകൂടങ്ങളിൽ എത്ര ദളിതരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അധികാര കേന്ദ്രങ്ങളിൽ ഇവർക്ക് എന്താണ് ഇടങ്ങളുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച ഈ അധ്യാപകരുടെ അല്ലെങ്കിൽ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ മാധ്യമങ്ങളിലെ ആരാണ്, ഏത് വിഭാഗങ്ങളിലുള്ളവരാണ്, സവർണരാണോ ഇത് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്നത്? അങ്ങനെ പലതരത്തിലുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ജാതിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെക്കുറിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പുതിയ വിചിന്തനം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത്
ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ മായ്ച്ചുകൊണ്ട് രണ്ട് അധ്യാപകരിലേക്ക് ഈ ഒരു വംശീയമായിട്ടുള്ള സമൂഹത്തിൻ്റെ കുറ്റം ചാർത്തിക്കൊടുത്തുകൊണ്ട് കേരളം രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതിവിദഗ്ധമായിട്ടുള്ള ജാതീയതയുടെ വംശീയതയുടെ തന്നെ ഒരു തന്ത്രമായിട്ട് കണക്കാക്കേണ്ടി വരും.